വിട്ടോ ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് പാരാഗ്ലൈഡിങ് ട്രൈ ചെയ്തത്. എന്തായാലും ഒരു രക്ഷയില്ല, നല്ല പേടിയുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല, കിടിലമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വാടാപ്പോട. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് പറക്കണമെന്ന്. അപ്പോൾ വാഗമണിൽ നമ്മൾ പാരാഗ്ലൈഡിങ് ട്രൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് പറക്കുമ്പോൾ ഈ ഒരു മൊമെൻറ്റ്, ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഒരു പറക്കണ മൊമെൻറ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നല്ലൊരു പേടിയുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു എക്സൈറ്റ്മെൻറ്റുമാണ്. ആ സമയത്ത് താഴോട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു പേടി ഫീൽ ചെയ്യും ആ ഒരു ടൈമിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആളുമായിട്ട് നമ്മൾ കമ്പനി ആകുമ്പോഴത്തേക്കും സംസാരിച്ച് പിന്നെ അത് നമ്മൾ എൻജോയ് ചെയ്ത് താഴേക്ക് നോക്കി എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. വാഗമണിൽ അഡ്വഞ്ചർ പാർക്കിലാണ് ഈ പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ മറ്റു കുറേ ആക്ടിവിറ്റീസൊക്കെ ഉള്ളത്. വാഗമണിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ മാത്രമേ. യൂട്യൂബറാണ്, വീഡിയോ എടുക്കണം കുറേ നാളെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്ന് സെറ്റായി. ഞാൻ ഇപ്പോൾ ആളുടെ അടുത്ത് സംസാരിക്കുന്ന ഈ സമയത്തൊക്കെ അത്യാവശ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ട്, കാരണം ആദ്യമായിട്ടല്ല ഇത്ര ഹൈറ്റിൽ പോകുന്നത്. പാരാഗ്ലൈഡിങ്ങിന് 4500 രൂപയാണ് ചാർജ് വരുന്നത്. അതിൽ 500 രൂപ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ചാർജാണ്. അതായത് അവരൊരു ഗോപ്രോ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് അവർ തരും. ആ ഗോപ്രോയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ശേഷം ഈ റൈഡ് കഴിയുമ്പോഴത്തേക്കും അവർ ആ മെമ്മറി കാർഡ് നല്ല ക്വാളിറ്റി ഒന്നുള്ള മെമ്മറി കാർഡല്ല, ഒരു മെമ്മറി കാർഡ് നമുക്ക് തരും. അതിനകത്ത് ഈ വീഡിയോ ഉണ്ടാവും. ടേക്ക് ഓഫ് ചെയ്യാൻ പാടാണ്, വിൻഡ് ഇല്ലെങ്കിൽ. ഓവർ വിൻഡാണ് ടേക്ക് ഓഫ് ചെയ്യാൻ പാടാണ്. ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം വിൻഡ് ഓവറായി കഴിഞ്ഞാൽ, ഒത്തിരി ഓവറായാൽ നമ്മളപ്പോൾ തന്നെ അടുത്ത മേലായിരിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ആവില്ല, ചെറിയ പ്രശ്നമൊക്കെ. ഈ ഒരു റൈഡിൻ്റെ ടൈം വന്നിട്ട് 10 മിനിറ്റാണ്. ഇപ്പോൾ കയറിയ സമയത്തുള്ളതിനേക്കാളും ആ പേടി പൂർണ്ണമായിട്ട് മാറി. നല്ലൊരു ഫ്രീ മൈൻഡിൽ നല്ല ആസ്വദിച്ചാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഈ വാട്ടർഫോൾ ഫ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ കാണാൻ പറ്റൂ. ഇവിടെ വേറെ രീതിയിൽ കാണാൻ പറ്റും. നമുക്ക് ഒരാൾക്കാണ് ഇതിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുക, അവരുടെ ഒരു പൈലറ്റ് കൂടെ ഉണ്ടാവും. ഇപ്പോൾ 900 മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്, ഏകദേശം 3000 അടി ഹൈറ്റിൽ. നമ്മളെ വർക്കലയിൽ ഇതേപോലെ ഒരു പാരാഗ്ലൈഡിങ് ഉണ്ട്. അവിടെ വന്നിട്ട് ഇത്രയും ഹൈറ്റിൽ പറക്കാനായിട്ട് സാധിക്കില്ല. അവിടെ വന്നിട്ട് 90 മീറ്റർ ഹൈറ്റിലാണ് അവിടെ പറക്കുന്നത്. ഇത് 900 മീറ്റർ ഹൈറ്റാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നമ്മൾ ഇതിലും എല്ലാം പറഞ്ഞാൽ കേൾക്കും, കിട്ടൂലല്ലോ? കിട്ടോ? പിന്നെ അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് പാരാഗ്ലൈഡിങ് ട്രൈ ചെയ്തത്. എന്തായാലും ഒരു രക്ഷയില്ല, നല്ല പേടിയുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല, കിടിലമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലൊക്കെ പറയുന്നത് താഴെയുള്ള വീഡിയോ കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10 മിനിറ്റുള്ള വീഡിയോ ഞാനത് ഫുള്ളായിട്ട് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അവരിനിയും ഇതിനേക്കാളും നല്ല ഹൈറ്റ് എടുത്തിട്ടാണ് ലാൻഡ് ചെയ്യാനായിട്ട് അവർ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ കൺട്രോളും അവരുടെ ആ ഒരു കയ്യിലാണ്.
ഒരു താണ്ട് ആ കയറ് പോലെ കാണുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊക്കെയാണ് ഹൈറ്റ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഇടത്തോട്ട് പോകുന്നതും വലത്തോട്ട് പോകുന്നതൊക്കെ. അതൊരു നല്ല കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അതിങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നതാണ് നല്ല രസമാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ടൊന്നും വരാനായിട്ട് സാധിക്കില്ല. കാരണം ക്ലൈമറ്റിനനുസരിച്ച് വിൻഡിനനുസരിച്ച് ആയിരിക്കും. ചിലപ്പോൾ കാറ്റ് കൂടുതലാണെങ്കിൽ ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും, കാറ്റ് നല്ല കുറവാണെങ്കിലും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ വരുന്നവർ ഗൂഗിളിൽ കയറി പാരാഗ്ലൈഡിംഗ് അടിച്ച് വാഗമൺ അടിച്ചു കഴിഞ്ഞ ശേഷം ഓപ്പൺ ആണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്പൺ കാണിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ട് പാരാഗ്ലൈഡിങ് മാത്രമല്ല, ഒരുപാട് ഇവിടെ ഉണ്ട്. സിപ്പ് ലൈന്, അതുപോലെ തന്നെ ഓഫ് റോഡ് ജീപ്പ്, പിന്നെ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ അഡ്വഞ്ചർ പാർക്കിലുണ്ട്. അഡ്വഞ്ചർ പാർക്കിൻ്റെ ഫീസ് വന്നിട്ട് ആൾക്ക് 20-30 രൂപ അത്രയുള്ള ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. ചെറിയ അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടി ചെറിയൊരു പരിപാടിയിലാണ്.
മാത്രമേ ഓടാൻ പറ്റുള്ളൂ. പൊളിച്ച് എന്തായാലും അടിപൊളിയാണ് കേട്ടോ പാരാഗ്ലൈഡിങ്. ഒരു സെക്കൻഡ്. ഓക്കെ, ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്, പൊളിയാണ്. അതെ, 2 കയ്യിൽ ഞാൻ കയറി പിടിച്ചു. കാറ്റ് കൂടെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു തുടങ്ങിയാൽ അപ്പം ഏത് ലാൻഡിങ് സ്പോട്ട് നമുക്ക് വേറെ ഉണ്ട്, അവിടെ കൊണ്ട് ഇറക്കും. ആഗ്രഹിച്ച് പോയിട്ട് കുറുകി പോയിട്ട് കിട്ടി. ആഗ്രഹിച്ച് പോയിട്ട് ഇപ്പൊ നീ അവിടെ പോയി നിൽക്കി. അപ്പോൾ പാരാഗ്ലൈഡിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്താണ്, പക്ഷേ ആ ഒരു 10 മിനിറ്റ് അതുപോലെ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചതുകൊണ്ടാണ് ആ ലെങ്ത് വന്നത്. അപ്പോൾ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്നും പേടിക്കുകയില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ലേഡീസും വയസ്സായവർ വരെ അതിനകത്ത് പാരാഗ്ലൈഡിങ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.